സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് ഏതാനും ചില വാക്കുകൾ. ലോകമെമ്പാടും ചൈനയുടെ കൊറോണ പിടിച്ചു കുലുക്കിയപ്പോൾ ഇന്ത്യയിലെ പാലക്കാടിലെ ഒരു കുഗ്രാമത്തിൽ 2 യുവാക്കൾ അതിനെ എങ്ങനെ പ്രതികരിക്കാം എന്ന ശ്രമത്തിൽ വിജയം കാണുകയായിരുന്നു. ഈ വിജയം ദേവലോകത്തിൽ വലിയ ചലനമുണ്ടാക്കി. യമൻ്റെ ജോലി ആപ്പിലായി. നേരിട്ട് സത്യമറിയാൻ യമൻ ഭൂലോകത്തിലേക്ക് വന്നു. സംരംഭകരെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞു. ഭൂമിയിൽ എന്ന് യമൻ വന്നുവോ അപ്പോൾ മുതൽ മനുഷ്യരുടെ നല്ല ഗുണങ്ങൾ ചിലത് തന്നിൽ അലിഞ്ഞു ചേരുന്നത് യമൻ മനസ്സിലാക്കി. ഇതിൻ്റെ പ്രതിഫലനം ദേവലോകത്ത് ഉടനെ അറിഞ്ഞു. യമൻ്റെ രാജി ആവശ്യപ്പെട്ടു. എന്നാൽ മനുഷ്യ സ്വഭാവ മാറ്റമുള്ള യമൻ രാജിവെക്കാൻ തയ്യാറായില്ല. അതിനാൽ പിറ്റേ ദിവസം ദേവലോകത്തിൽ പുതിയ യമനെ ആവശ്യമുണ്ട് എന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളുമായിട്ടില്ല ഷെയർ ചെയ്യണേ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മാർക്കറ്റിൽ വരെ ഒന്ന് പോയാൽ പോവാം. എല്ലാവരും എത്തിയിട്ടുണ്ടോ? എന്താ ഞങ്ങൾ വൈകിട്ടില്ലല്ലോ. സമയത്ത് തന്നെ എത്തി. എല്ലാവരും എത്തിയല്ലോ. വണക്കം തലവരെ. സമയനിഷ്ഠ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വളരെ നല്ലതാ. ഏതായാലും നന്നായി എല്ലാവരും എത്തിയല്ലോ. അപ്പോ നമുക്ക് ഇന്നത്തെ നാട്ടുവർത്താനം തുടങ്ങാല്ലേ? ഇന്നത്തെ പേപ്പർ ഞാൻ വായിച്ചു. അതില് ഒരു വാർത്ത ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കണ്ടോ എനിക്കറിയില്ല. എന്ത് വർത്തമാനം തലവ? എന്നും കാണുന്നത് സെയിം ന്യൂസ് അല്ലേ? ഒരു നല്ല വാർത്തകളൊന്നും വരുന്നില്ല. ഒന്നില് ഭാര്യ ഭർത്താക്കന്മാരുള്ള തർക്കം, അല്ലെങ്കിൽ ഇക്കാലത്തെ കുട്ടികൾ ഡ്രഗ്സ് മേടിച്ച് ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നെ LDFും UDFും കൂടി അടിപിടി. ഇതൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യത്തിൽ ആന ഓടിയുന്നത് ഇടയ്ക്ക് ന്യൂസ് കേൾക്കാം. ഇത് കേട്ട് കേട്ട് മടുത്തു. രാവിലെ കേൾക്കാൻ വയ്യ. ഈ നെഗറ്റിവിറ്റി ഇങ്ങോട്ട് മാറാൻ വേണ്ടി ഞാനിപ്പോൾ പേപ്പർ മേടിക്കുന്നത് നിർത്തി. അനന്തയ്ക്ക് വന്നതിൻ്റെ കൂടെ ഇപ്പോൾ ലാപ്ടോപ്പും TVയുമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നല്ലൊരാല്, നല്ല തണലും ആൽത്തറയും കൊള്ളാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നല്ല ആലിനും തണലും തരുന്ന ആലിനും ഈ തറയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്താ? മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമഃ. വൃക്ഷരാജായതേ നമഃ. എന്നാലേ നമുക്ക് ജീവവായു തരുന്ന ഈ ആലിനെയും ആൽത്തറയും കുറിച്ച് ഒരു
ഭജന ആവാം. എന്താ പ്രഭാര? അത് ശരിയാണ്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ വഞ്ചിപ്പാട്ട് രീതിയിൽ തന്നെ ആയിക്കോട്ടെ. ആലിനൊരു തറ വേണം, അടുത്തൊരു കട വേണം, ആൽക്കറയിൽ ഇന്നത്തെ പേപ്പർ വായിച്ച കാര്യം പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് ഈ 70-75 വയസ്സാകുമ്പോഴും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു കാര്യം, ഒരു നടി, സുന്ദരമായിട്ടുള്ള നടി പല ഭാഗത്തും പല ജ്വല്ലറികളും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു, ആർഭാടമായി നടക്കുന്നു. അതിനെ കാണാൻ ചുറ്റും ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നല്ല കാണാൻ ഭംഗിയുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ചായ കുടിച്ചുള്ളതല്ലേ. രാത്രി ചായ വേണ്ടല്ലോ. വേണ്ട. പ്രദീപേ, ഒരു 5 ചായ. അയ്യടാ, സിനിമാ നടിയെ പറ്റി പറഞ്ഞപ്പോ ഇയാളുടെ ഒരു ചിരി കണ്ടില്ല പയ്യൻസിന്റെ. ഇതൊന്നും അല്ല ഇന്നത്തെ പ്രധാന വിഷയം. ഏതോ 2 പേര് പുതിയതായിട്ട് എന്തോ ഒരു മരുന്നും കൊണ്ട് നമ്മുടെ ഈ ജില്ലയുടെ അയൽവക്കത്തുള്ള ഗ്രാമങ്ങളിൽ കറങ്ങുന്നുണ്ട്. അത് അവർ പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദനകളെല്ലാം മാറും, അത് മാറും, ഇത് മാറും, ഉറക്കം കിട്ടും എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ അത് നമ്മളുടെ മരണം വരെ അവർക്ക് പറയാൻ പറ്റും ഈ മരുന്ന് കൊടുത്ത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയണേ എന്നുള്ളത് നമ്മുടെ സർക്കാരെ, അതായത് കേരള സർക്കാർ കുറേ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങാൻ പോകുന്നു. അത് ഈ പുതു സംരംഭകർ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സമ്പ്രദായം. കുറേ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു ഏർപ്പാടാണല്ലോ. അപ്പോൾ നമുക്കത് സ്വീകരിക്കാമെന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലം എന്താ പത്രത്തിൽ നോക്കിയാൽ അച്ഛൻ മക്കളെയും ഈ രാജ്യം നശിക്കാൻ പോവാന്നുള്ള ഇതുമാതിരിയുള്ള ചിലതൊക്കെ തുടങ്ങുന്നത് നല്ല തന്നെ. പിന്നെ ഇപ്പം പറയുന്നത് കേട്ടു അതിൽ ഈ സ്വകാര്യ വ്യക്തികൾ തുടങ്ങുകയാണെങ്കിൽ സർക്കാർ സഹായം ഉണ്ടാവുന്നൊക്കെ. അതും നല്ല തന്നെയാണ്. തുടങ്ങട്ടെ, കുറേ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമല്ലോ. കാത്തിരുന്ന് കാണാൻ നമുക്ക്. ആ നാളെയാണ് വരണത് എന്നാ കേട്ടത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് അവരായിട്ടൊരു കൂടിക്കാഴ്ചയൊക്കെ പ്ലാൻ ചെയ്ത് അവരുടെ അടുത്ത് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അതും മാറ്റിയെടുക്കാം. പിന്നെ അവർ ഓരോ അപ്ലിക്കേഷൻ ഫോം തരും. അത് നമ്മൾ സത്യസന്ധമായിട്ട് ഫില്ല് ചെയ്തിട്ട് ആ ഫില്ല് ചെയ്ത ഫോമും ഒരു ഫോട്ടോവും ഓരോരുത്തരും 3000 രൂപ ഡെപ്പോസിറ്റും കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. അപ്പോൾ അതിന് ആധാർ കാർഡും വേണ്ടേ? അതെനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ എന്തിലെങ്കിലും കുറച്ചൊരു വിശ്വാസം അർപ്പിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഒന്ന് ശ്രമിച്ചു നോക്കുക. നന്നായാൽ നാട്ടിലെ കുറേ ചെറുപ്പക്കാർക്ക് ഗുണമാവുമല്ലോ. അതുകൊണ്ട് നമുക്കതിനെ അനുകൂലിച്ച് നാളെ വേണ്ടത് ചെയ്യുക. അതാണ് നല്ലത്. ഏട്ടൻ പറഞ്ഞ പോലെ രാധേട്ടൻ പറയണ മാതിരി തന്നെ. എന്നാൽ പിന്നെ നമുക്ക്
പിരിയല്ലേ? പിരിയുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയട്ടെ. ഓ, രാധേട്ടൻ പറഞ്ഞു ഈ രാജ്യം നശിക്കുക എന്ന്. എനിക്കതിൽ ഒട്ടും എഗ്രിമെന്റ് ഇല്ല. നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെയും ടു സർട്ടൻ എക്സ്റ്റെന്റ് ഐ അഗ്രി വിത്ത് യു. കറക്റ്റ്. ഞാൻ രാജ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മുടെ രാജ്യം കേരളം ഉദ്ദേശിച്ചുള്ളത്. Summer, March, it's only March and it's very hot. മാമിയുടെ പഞ്ച മാമി വന്നില്ലേ? I saw her coming from outside. മാമിയുടെ പോയി இதோ வந்துட்டேம்மா வந்துட்டேன். என்னம்மா லேட்டு? என்ன சொல்கிறேன், என்னோட ஃப்ரெண்டோட பொண்ணோட என்கேஜ்மெண்ட் ஆயிடுச்சு பாலக்காட்டில். போயிட்டு வீட்டுக்கு வந்தேன்னா அவருக்கு காஃபி டைம் காப்பி போட்டு கொடுங்க. பண்ணாமல் வர முடியுமா? அதனால தான் கொஞ்சம் லேட்டு. காப்பின்னு அரிச்சு பிடுங்குற. காப்பி போட்டு போட்டு மேலுமா காப்பி போட்டு போட்டு பாத்திரம் தேய்ச்சது என் கையெல்லாம் பாருங்க தேஞ்சு போய். താങ്ക് യു ടീച്ചർ. ഇത് കല്യാണത്തിലേക്ക് ഇന്ന് വാങ്ങിച്ചതാണ്. നന്നായിട്ടുണ്ടല്ലേ? ഒരു ചെയർ വരച്ചിട്ട് കൊടുക്കാൻ അതാ പറഞ്ഞു. ലീവിനെ കണ്ട എന്താ നാണം കണ്ടില്ലേ? ഇയാളാണ് ന്യൂസ് വായിക്കണേന്ന് പറയോ? ന്യൂസ് വായിക്കുമ്പോ എന്ത് ബോൾഡായിട്ടാ വായിക്കണേ? എന്നോ പണിണ്ടാ ഇല്ല കിച്ചണില്. What is there in your hand, Neelu Chichi? What is the special? What is the special occasion? ഇതൊരു ഒറ്റമൂലിയാണ്. പിരിമുറുക്കത്തിനുള്ള നീലാ പ്രമാദമാ இருக்குமா? Oh, very nice. Neelu Chichi, very nice. You made it? നമ്മുടെ പോലീസുകാരി വന്നില്ലല്ലോ. എല്ലാരുണ്ടല്ലോ. പിരിമുറുക്കത്തിലുള്ള ഒറ്റമൂലി അത്ര കഴിച്ചോളൂ, പിരിമുറുക്കം പോവും. എന്താ വൈകിയത്? എന്താ സാരിയിലൊക്കെ എന്നോട് ഫ്രണ്ടോட പൊണ്ണോട് എൻഗേജ്മെന്റ് ഡയറക്റ്റാ പറയാം. നന്നായിട്ട് സാരി നന്നായിരിക്കില്ല? അടിപൊളി. എല്ലാവരും ഒരു ന്യൂസ് കേട്ടോ, ഒരു ആയുഷ്മാൻ മരുന്നിനെ പറ്റി പറയണോന്ന് വരുന്നു എന്ന് പറയുന്നത് ആ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ഭർത്താക്കന്മാരെല്ലാം കൂടെ ആൽത്തറയിൽ നിന്ന് ചർച്ച നടത്തിയിരിക്കുന്നു. അടുത്ത ജില്ലകളിലെല്ലാം അവർക്ക് വലിയ സ്വീകരണമാണെന്നാ കേട്ടത്. ഞാനും കേട്ടത് മറിച്ചായിരുന്നു. പക്ഷെ അതിലൊന്നും പറയുന്ന അത്ര കാര്യമൊന്നുമില്ല. അത്ര കാര്യം ഞാനും കേട്ടു, പക്ഷെ ഏതാ ശരിയെന്ന് വലിയ കൺഫ്യൂഷനിലാണ്. നമ്മൾ ആദ്യം കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയണത്. പക്ഷെ സത്യാവസ്ഥ അറിയാതെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. വരട്ടെ, ചോദിക്കാതെ വിടണ്ട. പക്ഷെ എന്തിനാ നമ്മൾ അതും ഇതും പറഞ്ഞ് വായിലെ വെള്ളം പറ്റിക്കണം? വരട്ടെ, നോക്കാം. നമ്മുടെ ഹസ്ബൻഡ്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കട്ടെ. നാമ തലയെ പുണ്ണാക്കിക്കറോ? ആമാ, അത് കറക്റ്റ്. ശരിയാണ്. അത് കറക്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയ എല്ലാവർക്കും നമസ്കാരം, സ്നേഹം നമസ്കാരം.
ഞങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റിനെ പറ്റി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. മിക്കവാറും നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ ഈ മാനവസേവ ഫാർമയുടെ ആയുഷ്മാൻ അരിഷ്ടം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒട്ടുമിക്ക അസുഖങ്ങളും മാറിയിരിക്കും. പിന്നെ അതൊരു വേദന സംഹാരിയും കൂടിയാണ്. അതുകൂടാതെ അതിന് മറ്റൊരു സവിശേഷതയും കൂടിയുണ്ട്. അത് ഒരു സുഖം, ഒരു ഫീലിംഗ് ഉണ്ടാക്കി തരും. നമസ്കാരം. നമ്മളിവിടെ പാലക്കാട് തന്നെ ചെറിയ ചെറിയ കുറേ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും, ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു കൊച്ചു ഗ്രാമത്തെ പറ്റിയും നിങ്ങളെ സൗഹാർദ്ദപരമായ ജീവിതത്തെ പറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാം. ഒരു സുഹൃത്ത് വഴി അറിഞ്ഞു ഈ ഗ്രാമത്തെ പറ്റി. അപ്പോൾ നമ്മുടെ മരുന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ച് വന്നിരിക്കുകയാണ്. പിന്നെ ഈ അരിഷ്ടത്തിൻ്റെ പറയുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതൽ അറിയാം. പറയൂ അരിഷ്ടത്തെ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി വിശദമായിട്ട് പറയാം. ഈ അസുഖം മാറുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ വേദനാ സംഹാരിയും കൂടിയാണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ട് കാണും, ഈ എന്താ പറയുക, സന്തോഷം ജനിപ്പിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അത് ഇതിനകത്ത്, അതായത് അത് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിപ്പുറത്താണ്. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അത് ഇന്നും ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം, എപ്പോഴും ഒരു സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ ലവ് ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാവും. അതും കൂടി നമ്മുടെ ഈ മരുന്നിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിത്തോളും. പല ഗ്രാമത്തിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ പലവിധമാണ്. അപ്പോൾ പലവിധ ആക്ഷേപങ്ങളും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ തന്നെ അതിൻ്റെ അനുഭവം പറഞ്ഞ് ഞങ്ങളെ വീണ്ടും വിളിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉൽപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഋഷിവര്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ എന്താ പറയുക, പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്ത് രൂപകൽപ്പന ചെയ്തതാണ്. പിന്നെ ഈ ഹോർമോൺ പറഞ്ഞിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കെമിക്കൽ അല്ല, പ്രകൃതിദത്തമായ ചെടികളിൽ നിന്ന് അതിനകത്ത് പക്ഷേ ഇങ്ങനെ പറഞ്ഞ പോലെ വേറെ വല്ലതും ഉണ്ടോ, പ്രകൃതി തെറ്റിയാലും. അപ്പം നമ്മളിങ്ങനെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ പോയപ്പോൾ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഒരു ഋഷിവര്യന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ ഒരു രൂപകൽപ്പന ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയത്. ഈ മരുന്നിന്റെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോഗ്യം കൂടുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടും, എല്ലാത്തിനും ഒരു ഉന്മേഷം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മരണത്തെ പറ്റി ചിന്തിക്കില്ല. അങ്ങനെയാണ് ഇതിന് ഒരു ആയുർദൈർഘ്യം ഉണ്ട് എന്നുള്ള ഒരു ഇത് വന്നത്. നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടാകുമ്പോഴാണ്, മനസ്സിന് സുഖം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മരണത്തെ പറ്റി ചിന്തിക്കുന്നത്. മനസ്സിന് സുഖം ഉണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാവും. അതാണ് ഈ മരുന്നിൻ്റെ പ്രത്യേകത. ഈ പ്രകൃതിദത്തയുള്ള ഹോർമോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, മനസ്സുഖം. അതിൻ്റെ കൂടെ ആരോഗ്യം കൊണ്ടുള്ള മനസ്സുഖം. അപ്പോൾ ഈ ആയുസ് വർദ്ധിക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്നു, അതെങ്ങനെയാണ് നിങ്ങൾ അതിനെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ മരുന്നിനകത്ത് ചില പ്രകൃതിദത്തമായ ഹോർമോണുകളുണ്ടെന്ന്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീലിങ്സ് മാറ്റും, നമ്മുടെ മൂഡ് മാറ്റും. നമ്മുടെ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു സുഖം, എപ്പോഴും ഒരു സുഖം തോന്നും. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കില്ല, നമുക്ക് എന്താണ് വരാൻ പോകുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ജീവിക്കുന്നതിൻ്റെ വളരെ സന്തോഷകരമായിട്ട് നമ്മളെങ്ങനെ അത് ജീവിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൻ്റെ ആ ധൈര്യം ഒന്ന് കൂടും. ഇതാണ് മെയിനായിട്ട്. നിങ്ങളുടെ മരുന്ന് കഴിച്ചാൽ തലമുടിയൊക്കെ വളരുമെന്ന് പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് തലമുടിയില്ലല്ലോ. അപ്പം ന്യായമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനെന്താണ് നിങ്ങളുടെ ഉത്തരം? ഞാൻ സുഖം എന്ന് പറയുമ്പം അതിനർത്ഥം തലമുടി വളരുക എന്നൊന്നുമില്ല. തലമുടി എന്നത് ഒരു മനുഷ്യൻ്റെ ചില മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അത് വളരും, ഇത് വളരും എന്ന് പറയുന്ന ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ മരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ആരോഗ്യം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അസുഖങ്ങൾ മാറ്റുന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്, വേദനകൾ മാറ്റുന്നുള്ളത് വളരെ ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം ഉണ്ടാകുന്നുള്ളത് വളരെ ഉറപ്പാണ്. ഇത്രയും ഗ്യാരണ്ടി ഞങ്ങൾ. മാഡത്തിനോട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ അധികം സ്ത്രീ ജനങ്ങളാണ് ഈ വില്ലേജിലുള്ളത്. ഈ വില്ലേജിൽ സ്ത്രീ ജനങ്ങൾക്ക് എന്ത് പ്രോമിസ് കൊടുക്കാൻ പറ്റും? സ്ത്രീ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോമിസ് അവരുടെ വീട്ടിലുള്ള സാഹചര്യം തന്നെ മാറും.
ഈ മരുന്ന് കുടിക്കുമ്പം ആരോഗ്യം ഉണ്ടാവും, അപ്പം മനസ്സുഖം ഉണ്ടാവും, അപ്പം അവരുടെ സ്വഭാവം മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി തന്നെ മാറും. അങ്ങനെ കുടുംബജീവിതം വരെ സുഖമായി, ചെറിയ അണുകുടുംബത്തിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ തന്നെ സ്ഥിതി മാറ്റിക്കിട്ടുന്നുള്ളതാണ് എനിക്ക് പറയാൻ. അപ്പോൾ സാറിനടുത്ത് ഒരു സംശയം മാഡം പറഞ്ഞതെന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ ഇപ്പം കുടുംബജീവിതത്തിൽ വളരെയധികം മുറിവുണ്ടാവും. ഇവിടെ അധികം വയസ്സായവർ മനസ്സിലായി. ഈ കുടുംബജീവിതത്തിൽ നല്ല ഉണ്ടാകുന്ന ഉറപ്പുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള വന്നിരിക്കുന്നവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് നടന്നിരിക്കുന്ന സമയമാണ്. അതൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള മരുന്ന് ഘടകങ്ങൾ ഞങ്ങളുടെ മരുന്നിനകത്തുണ്ട്. അതുകൊണ്ട് അത് പ്രോമിസ് ചെയ്യുന്നത് സന്തോഷകരമായ ജീവിതം തന്നെയാണ്. ഇതൊക്കെ സാമ്പിളാണോ അതോ എന്താണ് ഈ മരുന്നുകൾ ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അത് സാമ്പിൾ നോക്കാൻ പറ്റുമോ? ഇത് ഞങ്ങളുടെ ഒരു സാമ്പിൾ അരിഷ്ടമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കഴിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ? ഇത് കഴിച്ച ദാമ്പത്യ ജീവിതം സുഖമാകുമ്പോൾ തീർച്ചയായും സാറ് ഇത് കഴിച്ചു നോക്കൂ. അപ്പൊ തന്നെ അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഉടനെ മനസ്സിലാവും. ദിവസം എത്ര തവണ കഴിക്കണത്? ദിവസം നിങ്ങൾ 2 നേരം കഴിച്ചാൽ മതിയോ? അത് മുഴുവൻ കഴിച്ചു. സാറിന് കഴിക്കാൻ എന്താണ് ചെറിയ വരെ ഇത് കിട്ടാത്തതിന്റെ കഥയിലാണ്. ഈ അസുഖം പൂർണ്ണമായും മാറിയിരുന്നു. എനിക്ക് ദിവസം ഒരു കുപ്പി കിട്ടുമോ? എത്ര കുപ്പി വാങ്ങിച്ചാലും ഇവിടുന്ന് വാങ്ങിച്ചുണ്ട്. പക്ഷെ അതിന്റെ ഡോസ് ഉണ്ട്, അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അധികമായി നമ്മുടെ നിന്ന് മലയാളത്തിൽ ചൊല്ലുണ്ട്, അതുകൊണ്ട് അധികം കഴിക്കരുത്. ഓ ശരി ശരി. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോം തരും. അതിൽ നിങ്ങളുടെ എന്താ അസുഖം അത് ഒക്കെ പൂരിപ്പിച്ച് തരിക. അതിൻ്റെ കൂടെ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, 3000 റുപ്പീസ്. അതും കൂടി തന്നാൽ നമ്മൾക്ക് അങ്ങോട്ട് നമ്മളെ സേവനം തുടരാം. ഇതേ മരുന്നാണ് നിങ്ങൾ തരാൻ പോകുന്നതെങ്കിൽ പിന്നെ ഒരു ഫോമിൽ ഞങ്ങൾ അസുഖത്തെ എഴുതേണ്ട ആവശ്യമുണ്ടല്ലോ? ഇല്ലല്ലോ. അത് നമ്മളുടെ ഒരു റെക്കോർഡിനാണ്. ഇത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഏതെല്ലാം അസുഖത്തിന് എത്ര സമയം എടുക്കും. അപ്പം ഞങ്ങൾ റിസൾട്ട് നിങ്ങളോട് പറയണം. റിസൾട്ട് ഇനിയും വരുമല്ലോ, നമ്മൾ നിങ്ങളുടെ സേവനത്തിനായി ഇനിയും വരും. അപ്പം നിങ്ങൾ നമ്മളെ അടുത്ത് പറയാം എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഓരോ മനുഷ്യന്റെ ശരീരവും ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരാൾക്ക് ഒരു അസുഖത്തിന് ഒരു മരുന്ന് ഒരാൾക്ക് 1 മാസം അതിൻ്റെ ഒരു സ്റ്റഡീസിൽ കൊണ്ടാണ് നിങ്ങൾ അസുഖത്തിൻ്റെ പേര് ഒന്ന് കുടിച്ചു നോക്കൂ. ഒരു സിപ്പ് കുടിക്കാമോ? നിങ്ങൾക്ക് എന്ത് പറയണോ? ഉറങ്ങാൻ പറ്റണം. അവര് 10 ദിവസം വഴി ഉണ്ടാകില്ല എന്നുള്ളത് കുറച്ച് നേരത്തെ എടുത്തു. അതുകൊണ്ട് ഇതിലേക്ക് കുടിച്ച് വയറ് ഇവിടെ ഭയങ്കര ടെൻഷൻ. ഞാൻ ഏതായാലും പരീക്ഷിക്കുന്നില്ല. എനിക്ക് ജഡിബൂട്ടിയുടെ വേറൊക്കെ കിട്ടിയോ? കിട്ടിയല്ലോ, ഞങ്ങൾ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. എത്ര കുപ്പി സ്റ്റോക്കായി? ഒരു 2-3 ബാച്ചിൻ്റെ ഇപ്പോൾ റെഡിയാണ്. മറ്റൊരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാസത്തേക്കുള്ള സ്റ്റോക്കൊക്കെ റെഡിയാണ്. അത് അടുത്ത ബാച്ച്. ഞാൻ യമധർമ്മരാജാവ്. എന്നെ കണ്ട് ഭയപ്പെടണമെന്നില്ല. എൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഒരു വിരാമമിടുകയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ. നമസ്കാരം. അനന്തവിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരിൻ്റെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് തേനൂരിൽ 2 സംരംഭകർ മാനവ സേവാ ഫാർമ എന്നൊരു കമ്പനി തുടങ്ങിയിരിക്കുന്നു. രോഗമുക്തിയും ആരോഗ്യവർദ്ധനവും വാഗ്ദാനം ചെയ്യുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക്
ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. കൈലാസയാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു യോഗിയുടെ നിർദ്ദേശാനുസരണം നിർമ്മിക്കുന്ന ഈ മരുന്ന് അതീവ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ അവർ ഈ ജില്ലയിലും എത്തിച്ചേരുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തേനൂരിൽ നിന്നും നമ്മുടെ പ്രതിനിധി ശൈലജ നമ്മോടൊപ്പം ചേരുന്നു. ശൈലജ, കേൾക്കാമോ? ഗുഡ് മോർണിംഗ് ലീല. കേട്ടതെല്ലാം വളരെ ശരിയാണ്. ഞാനിപ്പോൾ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ജനങ്ങളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു പറയാം. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ് ഇവിടെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല മരുന്നാണ് കിട്ടേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാൻ പറഞ്ഞ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് അത് നല്ല അഭിപ്രായം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ മരുന്ന് എഴുതി തന്നെ നിങ്ങളുടെ ഫാർമസിയിൽ നിന്ന് വന്നു. ഓക്കെ. വളരെ നന്നായിട്ടിരിക്കുന്നത് വർഷങ്ങളായി കഴിക്കാൻ തുടങ്ങിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഫ്രഷ് ആയിട്ടിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കൊടുത്തുവെച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ ഇനിയും ഒരു ബോട്ടിൽ എഴുതാം. അപ്പം അത് വേണമെങ്കിൽ സൗകര്യം അനുസരിച്ചിട്ട് 2 നേരം വേണമെന്നാക്കാം. ഇപ്പം ഞാൻ ഒരു നേരം കഴിക്കും. അതെ അതെ. അപ്പം പിന്നെ നമ്മളെ ഫാർമസിയിൽ നിന്ന് കിട്ടും. അത് നമ്മളൊന്നും അറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സമാധാനത്തിന്. അതെ, അത് അവിടെ നിന്ന് ഫാർമസിയിൽ കൊടുത്താൽ മതി. അവിടെ നിന്ന് വാങ്ങി. ശരി, താങ്ക്സ്. ഞാൻ എൻ്റെ പേര് വിനോദാണ്. ആദ്യം വീട്ടാണ്. അപ്പം മരുന്നിനെ കുറിച്ചൊക്കെ അറിയുകയും വേണം, എനിക്ക് മരുന്ന് മേടിക്കുകയും വേണം. അപ്പോൾ അത് അങ്ങോട്ടേക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷെ നേരിട്ട് പറയുമ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എഫക്റ്റീവ്. ഒരു ഗ്രാമത്തിൻ്റെ സർവ്വരോഗ നിവാരണിയായിട്ട് കണക്കാക്കാം. ഞാൻ മരുന്ന് എഴുതാം. നിങ്ങൾ അവിടെ നിന്ന് ഫാർമസിയിൽ നിന്ന് തൊട്ടടുത്തുണ്ട്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യണം. എന്നാ വരുന്നത് കഴിച്ചിട്ട് എപ്പോൾ വരണം? നിങ്ങളുടെ സൗകര്യം നമ്മളിവിടെ ഉണ്ട്. ഈ മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ട് പറയൂ. ഫീഡ്ബാക്ക് കൂടി തരണം. ഓക്കെ. ഭക്ഷണത്തിന് മുന്നേ പിന്നെ ഭക്ഷണത്തിന് കഴിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ മാഡം. മാഡത്തിന് ഈ മരുന്നിനെ പറ്റി എന്താണ് അഭിപ്രായം? நான் சொல்றது உங்களுக்கு எல்லாம் புரியுமோ தெரியாது. இந்த பக்கத்து கிராமத்துல தான் இருக்கேன். ஆனா எனக்கு மலையாளம் அவ்வளவா வராது. தமிழ்ல சொல்லட்டுமா? ஓகே. முதல்ல இந்த மருந்தை பற்றி கேட்டோன்னு எனக்கு நம்பிக்கையே வரல. நிறைய ஃப்ராடு நினைச்சேன். ஆனா எல்லாரும் சாப்பிட்றாளே, அவளை ட்ரை பண்ணா என்னன்னு கொஞ்சமா சின்ன டோஸ் சாப்பிட்டு பார்த்தேன். 1 or 2 days அப்படியே கண்டினியூஸா சாப்பிட்டு நீங்க யாரும் நம்ப மாட்டாள். இப்படி ஒரு எனர்ஜி பாடியில வீட்டு வேலையெல்லாம் சுறுசுறுப்பா பண்ண முடிஞ்சது. அதனால தான் இன்னைக்கு வந்திருக்கேன். டெய்லி இந்த மருந்து எடுத்துட்டு நம்மளும் ஹெல்த்தியா இருக்கலாமோ இல்லையோ, எல்லாத்திനും അവർക്കും കൊടുക്കാനാണ് നടിച്ചിട്ടിരിക്കാൻ. ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. എല്ലാവരും പറയണ കേട്ടപ്പോൾ ഞാനും വന്നതാണ്. നോക്കാം, എങ്ങനെയുണ്ട് ട്രൈ നോക്കാൻ വേണ്ടി. മരുന്നിനെ പറ്റി മാഡത്തിന് എന്താ അഭിപ്രായം? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചത് നല്ലതാണ്. അതുകൊണ്ടാണ് 2ാം പ്രാവശ്യം കാണാൻ വേണ്ടിയിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. എല്ലാവരും വന്ന് ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. എല്ലാവരും പ്രായമായവരാണ്. അവർക്ക് പലവിധ രോഗങ്ങളുണ്ട്. ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള സകലവിധ രോഗങ്ങളും അവശരായിരിക്കുമ്പോഴാണ് ഈ ഒരു മരുന്നിനെ കുറിച്ച് കേട്ടത്. അതെല്ലാവരും വളരെ ആകൃഷ്ടരായിപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി വളരെ വെമ്പലോടെ കാത്തിരിക്കുകയാണ്. ഇത് ഗുണമോ ദോഷമോ എന്നറിഞ്ഞുകൂടാ, എങ്കിലും ഞങ്ങൾ നല്ലതായിരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നന്ദി. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ശൈലജ, അനന്തവിഷൻ ചാനലിൽ നിന്ന് വരുന്നു. നമ്മുടെ ഗ്രാമത്തിൽ ഒരു പുതിയ സംരംഭം വളരെ പ്രസിദ്ധി ആർജിച്ചു വരുന്നുണ്ടല്ലോ. ആർക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ് പറയുന്നത്? അത് എനിക്ക് ആദ്യമൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ബാങ്ക് റിട്ടയർഡ് മാനേജർ കൃഷ്ണൻ നായർ, നമ്മുടെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ ജോസഫ്,
അവരൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും വാങ്ങിച്ചു. എനിക്കും ഈ ചെറിയ കുടവയറും സൈഡിൽ കുറച്ച് ഫാറ്റ് ഡെപ്പോസിറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അബ്ഡോമൻ കുറച്ച് പെശകാണ്. അപ്പം അതിനൊക്കെ ഒരു നല്ല ഔഷധമാണ് അതെന്നാണ് പറയണത്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി കഴിക്കുന്നു, നല്ല ഭേദമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അന്വേഷിച്ച് വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സംരംഭം വന്നത് വളരെ നന്നായി. അവർക്ക് നന്നാവട്ടെ, നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരമാവട്ടെ. ഏതായാലും നല്ല സംരംഭം തന്നെ. ശരി, ഓക്കെ. ഞാനിപ്പോൾ കുറച്ച് കാലമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിലീഫും ഉണ്ട്. പിന്നെ എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്ക് ഒരൊറ്റ അപ്രഹെൻഷൻ ഉള്ളത്, ഇതിപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ, ലോങ് ടേം സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവുമോ, ഇതിൻ്റെ ലോങ് ടേം എഫക്ട്സ് എന്താണെന്ന് അറിയില്ല. ആ ഒരു അപ്രഹെൻഷൻ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഐ ആം ക്വൈറ്റ് ഹാപ്പി. താങ്ക് യു. മരുന്നുകൾ നല്ലതാണെന്നാണ് കേട്ട് പല പ്രാവശ്യം വാങ്ങിക്കാൻ ശ്രമിച്ചു, വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി കിട്ടുമ്പോൾ വാങ്ങിച്ചിട്ട് അതിന് വേണ്ടതൊക്കെ പറയാം കൂടുതൽ. ഞാൻ ആദ്യമായിട്ടാണ് നോക്കട്ടെ, മരുന്ന് കഴിച്ചു നോക്കട്ടെ, എന്താ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. മാഡത്തിൻ്റെ ഒപ്പീനിയൻ? എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ ആൾക്കാരുടെ തിരക്ക്, ക്യൂ ഒക്കെ കാണുമ്പോൾ ഗുണമുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. എന്തായാലും 3000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതല്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു. നന്ദി. ഞാനും കൂട്ടുകാരൻ്റെ വഴിയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. കഴിച്ച് 2 ആഴ്ച കഴിച്ചുള്ളപ്പോൾ വലിയ ഗുണത്തിൻ്റെ കാര്യം പറയാറായിട്ടില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ പറയാം. 2 മണിക്കൂർ ഞാൻ വെളിയിൽ നിന്നിട്ടാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഹാളിലേക്ക് കയറാൻ പറ്റിയത്. എങ്ങനെയാലും കൂട്ടിൽ നിങ്ങളൊക്കെ എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് അവിടെ? എപ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ അകത്തേക്ക് കയറിയത്? ഈ മരുന്നിനെ കുറിച്ചിട്ട് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വന്നതാണ്. പിന്നെ മരുന്നിനെ കുറിച്ച് പിന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അഭിപ്രായമൊക്കെ. ഇതിനെപ്പറ്റി കേട്ടു, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഈ ഗ്രാമത്തിൽ ഇതുവരെ കാണാത്ത ഒരാളെയാണ് ഞാൻ ഇനി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. സാറിനെ ഈ ഗ്രാമത്തെ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ? ഞാൻ ഈ നാട്ടുകാരനല്ല കുട്ടി, ഞാൻ വേറൊരു ലോകത്ത് നിന്ന് വന്ന ആളാണ്. ഈ നാട്ടിൽ ഈ എന്തൊക്കെയോ മരുന്ന് കൊടുത്തിട്ട് എൻ്റെ കഞ്ഞിയിൽ പൂഴി വാരി ഇടുന്നു എന്നാണ് കേട്ടത്. എന്നാൽ പിന്നെ അവരൊന്ന് കണ്ടളയാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്ന് കുട്ടി ചോദിച്ചില്ലേ, അതിനുള്ള ഉത്തരം എൻ്റെ കണ്ണിലേക്ക് തുടിച്ചു നോക്കും. 2 കണ്ണിലേക്ക് തുടിച്ചു നോക്കും. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ക്ലിനിക്കിന് പുറത്തും ധാരാളം ആളുകൾ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. അതെല്ലാം പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. ക്യാമറാമാൻ കുമാറിനൊപ്പം തേനൂരിൽ നിന്നും ശൈലജ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. നമ്മുടെ ഗ്രാമത്തിൻ്റെ പുരോഗതിയെയും ഇവിടുത്തെ ആൾക്കാരുടെ സഹവർത്തിത്വത്തെയും കൂട്ടി
പറ്റി അറിഞ്ഞ് നമ്മളെ അനുമോദിക്കുവാനും നേരിട്ട് ഇത് അനുഭവിച്ചറിയുവാനുമായി നമ്മുടെ പ്രിയങ്കരയായ ജില്ലാ കളക്ടർ ശ്രീമതി ലേഖ IAS ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ പരിചയപ്പെടുത്തുവാനും സ്വാഗതം ചെയ്യുവാനുമുള്ള ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ പരിചയപ്പെടുത്തുന്നതിൻ്റെ യാതൊരു ആവശ്യവുമുണ്ടെന്ന് എനിക്ക് തോന്നാത്തത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അത്രയും പരിചയമുള്ള ആളായതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ശ്രീമതി ലേഖ IASനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ജില്ലയിൽ കളക്ടറായി ചാർജ് എടുത്തിട്ട് ഏകദേശം 1 വർഷം തികയാറായി. നിങ്ങളുടെ ഈ ഗ്രാമത്തെക്കുറിച്ചും നിങ്ങളുടെ ഫലഭൂയിഷ്ടമായ ഭൂമിയെക്കുറിച്ചും ഗ്രാമവാസികളുടെ സഹകരണം, അവരുടെ സേവന വ്യവസ്ഥകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാലമായി ഒരു ദിവസമെങ്കിലും ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും നിങ്ങളോട് കുറച്ച് സംസാരിക്കാനും വളരെ നാളായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു അവസരം ഞങ്ങളെ തേടി വന്നിരിക്കുകയാണ്. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും ഞാനത് പറയുകയാണ്. നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഒരു മാനവ സേവന ഫാർമസി, ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. ഏത് പുതിയ പ്രോജക്റ്റുകളെ ആയാലും സ്റ്റാർട്ടപ്പുകളായാലും അതിനെക്കുറിച്ച് നെഗറ്റീവായും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ കൂടുതൽ ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് വളരെ സങ്കീർണമായി നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പലതും അതിൽ നിന്ന് ഉത്ഭവിക്കാനുള്ളതായതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ പരാതികൾ ഒരുപാടുണ്ട്. ഇവരുടെ ക്വാളിറ്റി, അതായത് മരുന്നുകളുടെ നിലവാരം കുറച്ച് കുറവാണെന്നും അതുമാത്രമല്ല അതിലും കൂടുതലായി ഒരു മയക്കുമരുന്നുകളുടെ വിൽപ്പന ഈ വിപണിയുടെ പിന്നിൽ നടക്കുന്നുണ്ടെന്നും പല ആരോപണങ്ങളും ഞങ്ങൾക്ക് കിട്ടി. അത് കാര്യമായി എടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം സർക്കാർ തലത്തിൽ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യ മേഖല. ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങളതിനെ കൂലങ്കഷമായിട്ട് അന്വേഷിക്കും. സെൻട്രൽ റിസർച്ച് ലാബറട്ടറി എന്നുള്ള CRL, പൂനെയിലുള്ള CRL ലാബ് പരിശോധിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. ഈ മരുന്നുകളിലും ഒന്നും ഒരു ഗുണനിലവാരമില്ലാത്തതോ ദോഷകാരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞങ്ങൾക്ക് ആ പരിശോധനയിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനും അതുമാത്രമല്ല നിങ്ങളുടെ ഈ സഹകരണവും പ്രോത്സാഹനവും ഈ കമ്പനിക്ക് നിങ്ങൾ കൊടുക്കണം എന്നും നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഇങ്ങനെയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ വീണ്ടും വരേണ്ടത് നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഗ്രാമവാസികളുടെയും പ്രധാന സഹകരണവും സാഹോദര്യവും തമ്മിലുള്ള സ്നേഹവും ഒക്കെ ഇവിടെ ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. അതോടെ വളരെ സന്തോഷമുണ്ടായി, എനിക്ക് വളരെ അഭിമാനവും ഉണ്ടായി. കാരണം ഇങ്ങനെയുള്ള ഗ്രാമങ്ങളാണ് നമ്മളുടെ പുതിയ ഭാരതത്തിൻ്റെ, ശ്രേഷ്ഠയേറിയ ഭാരതത്തിൻ്റെ അടിത്തൂൺ. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ഈ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ലത് വരട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. അങ്ങനെ രാജപ്രൗഢിയുള്ള യമരാജന് തൻ്റെ ജോലി തെറിച്ചതിലുള്ള കുണ്ഠിതം കാരണവും കൂടാതെ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്നേഹവും കണ്ട്
തൽക്കാലം ഭൂമിയിൽ തന്നെ പൊറുക്കാൻ നിശ്ചയിച്ചു. തൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങളെല്ലാം കമ്പോളത്തിൽ വിൽക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ ഈ ഗ്രാമവാസികളുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ്സു കുനിച്ച് അവരിൽ ഒരാളായി അവരോടൊപ്പം കളിച്ചും ചിരിച്ചും കഴിയാൻ തീരുമാനിച്ചു. എന്തായാലും എന്ന് ചോദിക്കും, ഇനി എനിക്ക് എംലോകത്തേക്ക് മടങ്ങി പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ കൂടെ ഈ ഗ്രാമത്തിൽ സെറ്റിൽ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. വളരെ സന്തോഷം. നമ്മുടെ ഗ്രാമം സ്വർഗത്തിനേക്കാളും അത്ര കുറവൊന്നുമല്ല. അപ്പൊ നല്ലൊരു തീരുമാനം. നമുക്ക് നല്ല കമ്പനിയാണ്.